ഹായ്, കൽപ്പാത്തി രഥോത്സവത്തിലെ കുറച്ച് വീഡിയോസ് ആട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു യൂട്യൂബിനകത്ത്. ഇത്തവണ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, പക്ഷേ യാദൃശ്ചികം എന്നോണം ഞാൻ ഇത്തവണയും കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ അന്ന് നാട്ടിലുണ്ടായിരുന്നു. അത് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, എല്ലാ വർഷവും ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചേരും കേട്ടോ അമ്പലത്തിൻ്റെ ആ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത്. അപ്പോൾ കൽപ്പാത്തി അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുകയാണ്. കൽപ്പാത്തി രഥോത്സവ വീതി പോലെ തന്നെ കൽപ്പാത്തി ക്ഷേത്രത്തിനകത്തും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. തൊഴുന്ന സമയത്ത് ഞങ്ങൾ മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിനകത്തുണ്ടായിരുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങിയ ശേഷമാണ് കുറച്ച് പേര് അകത്തോട്ട് കയറിയത്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ അന്ന് ഇത്രയും തിരക്കില്ലാതെ ഭഗവാനെ തൊഴാൻ കഴിയുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ടാണ് നമുക്ക് തോന്നിയത്. അതേപോലെ തന്നെ നട അടയ്ക്കുന്ന സമയമായതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ കൽപ്പാത്തി പുഴയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് അതും കാണാനായിട്ട് സാധിച്ചു. യൂഷ്വലി കൽപ്പാത്തി തേരിൻ്റെ അന്ന് നമുക്ക് ഈ വക കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല, കാരണം അത്രയും തിരക്കായിരിക്കും. ഇത്തവണ കൊറോണ ആയതുകൊണ്ട് ആഘോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. കുട്ടികളും ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ. കാരണം കൽപ്പാത്തി പുഴ കാണാനും അതുപോലെ തന്നെ പുഴയിൽ നടക്കുന്ന ഈ ചടങ്ങുകളൊക്കെ കാണാനും അവർ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷം അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ കൽപ്പാത്തിയിലോട്ടുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്ഡ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അവിടെ തേര് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതും ഒരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. ഞാനും ഹസ്ബൻഡും മക്കളും അതുപോലെ അനിയത്തിയും ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കൊട്ടും തന്നെ ഇല്ലാതെ ഇങ്ങനെ കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായിരുന്നു. കുറച്ചെങ്കിലും തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്, പക്ഷെ ഒട്ടും തന്നെ തിരക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കുറച്ച് വീഡിയോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിഷമം തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തതായിരുന്നു, ഞാൻ പോലും അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് വല്ലാതെ മിസ്സായി പോയി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്നാലും മനസ്സ് നിറഞ്ഞ് ഭഗവാനെ തൊഴാൻ കഴിഞ്ഞതിലൊരു സന്തോഷം തോന്നി. കൊറോണ കാലത്തും കൽപ്പാത്തി തേരിൻ്റെ അന്ന് തന്നെ അമ്പലത്തിൽ ദർശിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് യാത്ര തുടർന്നു. പിന്നെ അടുത്ത വർഷം ഇതേ ദിവസം തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിയണേ എന്ന ഒരു പ്രാർത്ഥനയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ കൽപ്പാത്തിയെയും കൽപ്പാത്തി രഥോത്സവത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.